അസ്സലാമലൈക്കും. റജബ് കഴിഞ്ഞ് ഷഅബാൻ മാസത്തിലേക്ക് നമ്മൾ ആഗതമായി കഴിഞ്ഞു. ഷഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ പകലിൽ കടന്നു വന്നിരിക്കുകയാണ്. ഷഅബാൻ പകലിൽ ആദ്യം നമ്മൾ റബ്ബിനോട് പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്. പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ആ ദുആ ഇതാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നാണ് ആ ദുആ. ഈ ദുആയിൽ എല്ലാമുണ്ട്. ഈ ദുആയിൽ നമ്മളെല്ലാം റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഷഅബാൻ മാസത്തെ ഒരാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ പരമാവധി അനുസരിക്കുകയും ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. ഷഅബാൻ മാസത്തിൽ റമളാനാണ് വരുന്നത്. നമ്മൾ ഷഅബാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുക. കൃത്യമായിട്ട് 5 വഖ്ത് നിസ്കാരം നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക. നല്ല പ്രവർത്തനങ്ങൾ ഷഅബാനിൽ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഷഅബാൻ മാസത്തിൽ ചെയ്താൽ അവൻ്റെ തെറ്റുകളെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നാണ്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. പരിശുദ്ധ ഷഅബാൻ മാസത്തിൽ പരമാവധി നോമ്പുകാരനാകാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ഷഅബാൻ. ഷഅബാൻ്റെ ആദ്യത്തെ 3 നോമ്പ്, പകുതിയിലെ 3 നോമ്പ്, ലാസ്റ്റത്തെ 3 നോമ്പ് പിടിക്കുന്നവർക്ക് 70 അമ്പിയാക്കളുടെ തവാഫും 70 നബിമാരുടെ കൂലി രേഖപ്പെടുത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഷഅബാൻ മാസം ഉടനീളം ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഈ ദിക്ർ. ആ ദിക്ർ ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ എന്നാണ് ആ ദിക്ർ. ഈ ദിക്ർ പാരായണം ചെയ്താൽ 1000 വർഷത്തെ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്നാണ്. ഒരുപാട് തിന്മകൾ മായ്ച്ചു കളയുമെന്നാണ്. ഷഅബാൻ മാസം തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. ഒരുപാട് ഹൈർ കിട്ടുന്ന മാസമാണ്. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.